നമ്മൾ ഈവനിങ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഉമ്മാടെ നിർബന്ധത്തിന് പോയ കാരണം തന്നെ ഉമ്മാടെ വക എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞു ട്ടോ. ഞാനും റഹീബയും പിന്നെ അങ്ങനെയാണ്. നമ്മൾ മെനക്കെട്ടിട്ട് എവിടേക്കെങ്കിലും പോയാൽ ഉമ്മാടെ വക അപ്പോൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു ട്ടോ. അപ്പോൾ ഉമ്മ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുടിച്ചോളും എന്നാലും വേണ്ടില്ല എനിക്ക് സാധനങ്ങൾ കൊടുന്നായോ പറഞ്ഞു ട്ടോ. അപ്പോൾ ഞാനും റഹീബയും പാടി അങ്ങനെ നമ്മളെ വീടിൻ്റെ ബാക്കത്തെ വഴി കൂടെ അങ്ങനെ പോയിട്ട് നമ്മളെ ഹക്കീമാക്കാടെ കട കേട്ടോ. അവിടെ കയറിയപ്പോൾ റഹീബേബിക്ക് അവൽ മിൽക്ക് വേണമെന്ന് പറഞ്ഞ് അവൽ മിൽക്ക് വാങ്ങിക്കൊടുന്ന് എന്താ പറയുക വേണമെന്ന് പറഞ്ഞു എന്നല്ലാതെ കുടിക്കണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ തന്നെ കുടിച്ചു. ഞാൻ അവൽ മിൽക്കും ലൈമൊക്കെ ഞാൻ തന്നെ കുടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോന്നിട്ട് ഇത് ഈവനിങ്ങിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ രാവിലെ റഹീബേബിനെ സ്കൂൾക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. ഇന്ന് ബുധനാഴ്ച ദിവസം ഇപ്പോൾ കളറാണ്. ബുധനാഴ്ച ദിവസമാണെങ്കിലോ ഓനിക്ക് ഓനിക്ക് പറ്റിയ ഡ്രസ്സ് തന്നെ ഉള്ളൂ ഇടുക. അല്ലെങ്കിൽ ഓനിക്ക് പറ്റിയ ഷൂ ഒക്കെ ഈ മഴക്കാലത്ത് ഇട്ട് പോയാലുള്ള അവസ്ഥ എന്താന്ന് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ. കാരണം കഴിഞ്ഞ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിമാകെ ചളിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ കഴുകിയിട്ട് നേരാവും ചെയ്യാതെ പിന്നെ എങ്ങനെയൊക്കെ കൂടി ഓൻ്റെ ഷൂ ഞാൻ വെളുപ്പിച്ചതാണ് കേട്ടോ. ഞാൻ സെറ്റാക്കി എടുത്തതാണ്. എന്നിട്ട് ഇപ്പോൾ ഷൂ വേണം പിന്നെ ഈ ഷർട്ട് ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഷർട്ട് ഇട്ടെടുത്തപ്പോൾ ആ ഷർട്ട് വേണ്ട, വെള്ള ഷർട്ട് വേണ്ട. പിന്നെ ഞാൻ ഈ കറുപ്പ് ഷർട്ട് ഇട്ടെടുത്തപ്പോൾ അതും വേണ്ടത്രേ. കുട്ടികൾ കളിയാക്കുന്നൊക്കെ ആയിട്ടാ പറയണത്. എന്താ ഇപ്പോഴത്തെ മക്കളെ കാര്യമല്ലേ. നമ്മൾ എന്താ പറയുക പണ്ടൊക്കെ നമ്മളൊന്നും യാതൊരു ഡ്രസ്സിങ് സെൻസും ഇല്ലാതെ തോന്നിയ പോലെയൊക്കെ സ്കൂൾക്ക് ഇട്ട് പോയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളും ഡ്രസ്സിങ്ങിലൊന്നും മോശമല്ല. അതേപോലെ തന്നെ നമ്മളെ കണ്ടിട്ട് തന്നെ മക്കളും പഠിക്കണത്. പിന്നെ അതുപോലെ നല്ല സ്കെൽറ്റായിട്ടുള്ള പാൻറ് ഉണ്ടാവുമല്ലോ ജീൻസിൻ്റെ, അത് കൊടുത്തപ്പോൾ അതും എനിക്ക് വേണ്ട. ഓനക്ക് അങ്ങനത്തെ പാൻറ് ഇഷ്ടമല്ല. കുട്ടികൾ കളിയാക്കും എന്നിട്ടാ പറഞ്ഞത്. നമ്മൾ സാധാ ലൂസില്ലാത്ത ടൈപ്പ് പാൻറ് ഉണ്ടാവുമല്ലോ ജീൻസിൻ്റെ. ഇപ്പോൾ പെൺകുട്ടികൾക്കും ബാഗി ആൺകുട്ടികൾക്കും ബാഗി പല ടൈപ്പ് മോഡൽ പാൻറ്റുകളൊക്കെ അല്ലേ. അപ്പോൾ ആ പാൻറ് വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ കുറേ കരഞ്ഞ് കുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഡ്രസ്സും ഷർട്ടും വേണ്ട പാൻറ്റും വേണ്ട. ഓൻ വിചാരിച്ച ഏതോ പാൻറ്റും ഏതോ ഷർട്ടും വേണമെന്നാട്ടോ. പക്ഷെ അല്ലെങ്കിലേ ടൈം വൈകിക്കണു. എന്താണ് കുട്ടികൾ കളിയാക്കും എന്നൊക്കെ ആയിട്ട് എന്നോട് പറയണത്. എന്നാലും ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ട് മാറ്റി സെറ്റായി കൊടുത്തിട്ട് ഒരു മുട്ടായി കൊടുത്തു. കരയേണ്ട ഒരു മുട്ടായി തരാമെന്ന് പറഞ്ഞിട്ട് മുട്ടായി കൊടുത്തപ്പോൾ ആൾ കുറച്ചൊന്ന് ഒതുങ്ങിട്ടോ. പിന്നെ ഇപ്പോൾ അത് രണ്ടാമത്തെ ഷൂ എടുത്തിട്ട് വരുന്ന ഷൂ ഇടാൻ ഞാൻ അയക്കൂലാച്ചിട്ട് തന്നെയാണ്. കാരണം മഴക്കാലത്ത് ഇട്ട് പോയാൽ ആകെ എന്താ അതുകൊണ്ട് ഷൂ കേടുവരും. ഈ നമ്മൾ കഴുകിയിട്ട് പിന്നെ അത് ഉണങ്ങിയിട്ടില്ലെങ്കിൽ ആ കരിമ്പനടിക്കും. പിന്നെ നമ്മൾ വെള്ളം ഓൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ മുറുക്കാണെങ്കിൽ മുറുക്ക് അങ്ങനത്തെ ഐറ്റംസുകൾ തന്നെയാണ് ഞാൻ കൊടുത്തയക്കൽ. അങ്ങനെ ഏകദേശം നമ്മൾ ഓൻ്റെ കൂട്ടാനൊക്കെ പിന്നെ ഉമ്മ ഉണ്ടാക്കി ട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെരുപ്പിൻ്റെ കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഷൂ ഇടാൻ പറ്റില്ല പറഞ്ഞിട്ട് മോള് കയറിയിട്ട് ചെരുപ്പ് തിരഞ്ഞിട്ടും എനിക്ക് ചെരുപ്പ് കിട്ടിയില്ല. എന്നിട്ട് ഞാനിത് പുതിയ ചെരുപ്പാണ് ഇതിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധത്തിൽ ആളെ ഒപ്പിച്ചിട്ട് റെഡിയാക്കി കൊടുത്തു ട്ടോ. പിന്നെ കുറച്ച് ഇതുപോലെ സെൻറ്റൊക്കെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മറന്നാൽ ഇന്നെ ഓർമ്മപ്പെടുത്തി തരും ട്ടോ. ഇത് തേച്ചായോ പറഞ്ഞിട്ട്. അങ്ങനത്തെ ചില നല്ല ശീലങ്ങളും ഉണ്ട്, ചില എന്താ പറയുക കുറുമ്പുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മ രാവിലെ തന്നെ ചോറൊക്കെ ഉമ്മ അടുപ്പത്ത് വെച്ചേക്കണു. പിന്നെ ഞാൻ 2 റൂമും നല്ല ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വെച്ചു ട്ടോ. പിന്നെ നമ്മൾ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ട്ടോ. ഇതുപോലെ എപ്പോഴൊന്നും ഞാൻ അങ്ങനെ സോഫ ഒന്നും നീക്കിയിട്ട് അടിച്ചു വാരലൊന്നുമില്ല ട്ടോ. അടിച്ചു വാരും നമ്മൾ ആ സൈഡിൽ കൂടി ഈ സൈഡിൽ കൂടെ ഒക്കെ ചൂലിട്ടിട്ട് അടിച്ചു വാരലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആ സോഫ ഒക്കെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു വാരാം ട്ടോ. വല്ലാണ്ട് കച്ചറൊന്നുമില്ല. ഞാൻ അടിയിൽ കൂടി അങ്ങനെ അടിച്ചു വാരലുണ്ട് ട്ടോ. പിന്നെ എൻ്റെ മുന്നിലും പിന്നിലും കണ്ടില്ലേ ഷെയ്സാന് കുത്തി മറിഞ്ഞിട്ട് കണ്ടില്ലേ സോഫമ്മി അങ്ങോട്ട് മറിയുക ഇങ്ങോട്ട് മറിയുക ഇതന്നെ ഓലെ പണി ട്ടോ. ഞാനെന്താ ചെയ്യണമെങ്കിൽ എൻ്റെ പിന്നാലെ നിർത്തിയിട്ടില്ലെങ്കിൽ ആൾ കണ്ണ് തെറ്റിയാൽ വെള്ളത്തിൽ പോയിട്ട് കളിക്കും ട്ടോ. അതുകൊണ്ട് തന്നെ ജലദോഷം മാറുന്നേ ഇല്ല. കണ്ണ് തെറ്റിയാൽ പൈപ്പ് തിരിക്കുക, വെള്ളം കുടിക്കുക, പിന്നെ എന്താ പറയുക കാല് കഴുകുക, കൈ കഴുകുക, കുളിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതന്നെയാണ് ട്ടോ. അപ്പോൾ എൻ്റെ പിന്നാലെ ഞാൻ എന്താ പറയുക നിർത്തുകയാണ്. ഇല്ലെങ്കിൽ പിന്നെ ആളെ കാണൂല. അപ്പോൾ എൻ്റെ പിന്നാലെ നിർത്തിയാൽ പിന്നെ ഇതുപോലെ എന്താ പറയുക ചൂല് വാങ്ങും അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ഓരോ പണി ഒപ്പിച്ചിട്ട്. ഇപ്പോൾ കണ്ടില്ലേ മെല്ലെ നൈസിലായിക്കോട്ടെ പോയിട്ട് മുങ്ങാണ് കേട്ടോ. പിന്നെ ഇതാ ഉമ്മ സിറ്റോടൊക്കെ തുടച്ചിട്ട് നല്ല ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ദിവസം കുടിക്കണ ABC ജ്യൂസാട്ടോ. ദിവസം അല്ലെങ്കിൽ ഒന്നര ഇടവിട്ടിട്ട് ഞാൻ ഇപ്പോൾ കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാട്ടോ ജ്യൂസ്. അപ്പോൾ എന്താ പറയുക നമ്മൾ ഇങ്ങനെ തന്നെ കുടിക്കണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയും ഇങ്ങനെ തന്നെ കുടിക്കണം. എന്നാൽ തന്നെ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലോണം അത് എഫക്റ്റ് ആവുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ ജ്യൂസാണ് നമ്മുടെ സ്കിന്ന് ഗ്ലോ കുടിച്ചാൽ നമുക്ക് പറയാം നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ.
അതുണ്ടാവലുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ നമ്മൾ തുടക്കലും അടിക്കലും തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഷേസു ബേബീനെ കുളിപ്പിച്ചിട്ട് പിന്നെ ഷേസു ബേബീനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്നലത്തെ കറിയുണ്ട്, അതുപോലെ ഉമ്മ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് സാലഡ് ഉണ്ട് കേട്ടോ. അതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇന്നലത്തെ കറി അങ്ങനെ കൂട്ടാൻ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കും കേട്ടോ. പിന്നെ ഈവനിങ് നമ്മൾ ഈവനിങ് നീച്ചിട്ടുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ. ഈവനിങ് ചായ മസ്റ്റാണ്. ചായ പ്രാന്തത്തിയാണ് കേട്ടോ ഞാൻ. പാൽ ചായ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഒരു എന്താ പറയുക, എനിക്ക് ഇനി പെട്ടെന്ന് എനിക്ക് ടെൻഷൻ കയറിയാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ എൻ്റെ ആ ടെൻഷൻ അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സമാധാനമാവും. പിന്നെ ഉച്ചക്കൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഉറങ്ങാൻ വേണ്ടി കുറേ കടന്നു, പക്ഷെ ഉറങ്ങിയില്ല. അങ്ങനെ എന്താ പറയുക നമ്മൾ എണീച്ച് വന്നിട്ട് നല്ല ചായ ഉണ്ടാക്കാണ് കേട്ടോ. റെയ് ബേബി വരികയൊക്കെ ചെയ്തുക്കോളും. റെയ് ബേബി വന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റി പറഞ്ഞ് നിൽക്കുമ്പോഴത്തേന് ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ കടന്നു. എന്നിട്ടാണ് എണീറ്റ് വന്നത്. വല്ലാതെ ഓൻ വന്നപ്പോഴത്തേനും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ ഒന്നും കഴിക്കൂല. പിന്നെ നമ്മൾ ചട്ടി ഇങ്ങനെ പുറത്താട്ടോ വെച്ചിരിക്കണത്. പുറത്ത് അവിടെ ഒരു എന്താ പറയുക പാത്രം വെക്കണ സംഭവമുണ്ട്, അവിടെ വെച്ചിരിക്കണത്. പിന്നെ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ റെയ് ബേബിക്ക് പഴം വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ചായ അതാ അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ഈ ചായ പ്രാന്തത്തി ആവുകൊണ്ട് തന്നെ ഉമ്മ എവിടെ പോയി വരുമ്പോഴും പാല് കൊണ്ടുവരും കേട്ടോ. പാല് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്താ പാൽ കൊടുക്കുന്നതെന്നൊക്കെ പറയും. എന്നോട് പറയും എന്താ എനിക്ക് വാങ്ങിക്കൂടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എന്നാലും ഉമ്മക്ക് എവിടെ പോയി വന്നാലും പാലും ഒക്കെ കൊടുന്നു തരും. അതുപോലെ എണ്ണക്കടികളൊക്കെ കൊടുന്നു തരും കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഏലക്കായ് കാണാമല്ലോ കേട്ടോ. ഏലക്കായ് ഞാൻ പറഞ്ഞില്ലേ ഉമ്മ എടുത്ത് വെച്ചു. ഡെയിലി ഞാൻ ഈ ഏലക്കായ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉമ്മ ഈ ഏലക്കായ സംഭവം എടുത്ത് വെക്കും കേട്ടോ. അപ്പം അതേപോലെ എടുത്ത് വെച്ചൊക്കെ തോന്നുന്നു അവിടെ നിന്ന് തപ്പിയിട്ട് കാണാനില്ല. അങ്ങനെ ഇതാ ഷേസു ബേബി എണീറ്റ് വന്നിട്ട് ഷേസു ബേബിക്ക് 2, 3, 4 വായിക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ആള് ഭയങ്കര ഇഷ്ടത്തിലും കൊതിയോടൊക്കെ എന്താ വാങ്ങി അവിടെ വെച്ചുക്കണു. സെറ്റാക്കി വെച്ചുക്കണു, പക്ഷെ കഴിക്കണില്ല. പിന്നെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റെയ് ബേബിയും ഷേസുവിനും കുറച്ച് ചായയും പഴവും കൊടുത്തിട്ട് പിന്നെ നമ്മളിതാ സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കാൻ നിൽക്കാൻ കേട്ടോ. ചായ കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഉമ്മ ബേക്കറി ഐറ്റംസുകളൊക്കെ ഇങ്ങനെ കൊടുന്നേക്കും കേട്ടോ. പക്ഷെ അതൊക്കെ 2, 3 ദിവസം കൊണ്ട് കാലിയാക്കും. ഉമ്മ ആർക്കേലും വേണ്ടിയിട്ട് കൊടുന്നേക്കട്ടെ, ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.